എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ സയൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് സയൻസിലെ ആദ്യത്തെ മൊഡ്യൂളായ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള മൊഡ്യൂൾ പ്രകാരമുള്ള ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഈ മൊഡ്യൂളിൽ ആകെ ഒരു ചാപ്റ്റർ ഉള്ളൂ. 6ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായ ആഹാരം ആരോഗ്യത്തിന് എന്നുള്ള ചാപ്റ്ററാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. 6ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം ആഹാരം ആരോഗ്യത്തിന് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ 2 കുട്ടികളെ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അവർ ഭക്ഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ അതൊന്നും നോട്ട് ചെയ്യാനുള്ള, അവിടെ ജസ്റ്റ് ഒന്നും കൂടുതൽ പറയുന്നില്ല, പോയിൻറ്റുകളൊന്നുമില്ല. ഇവിടെ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നെൽക്കതിരിൻ്റെ ഫോട്ടോ തന്നിട്ട് നെൽക്കതിര് പറയുന്നതായിട്ട് പറയണം, ഞങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തു, ഞങ്ങളിൽ ധാരാളം ധാന്യകം ഉണ്ട്. നെല്ലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നെല്ല് പറയുന്നതായിട്ട് പറയണം. അടുത്തത് വെളിച്ചെണ്ണയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഞങ്ങളിൽ ധാരാളം കൊഴുപ്പുണ്ട് എന്ന് വെളിച്ചെണ്ണ പറയുന്നതായിട്ട് കാണിക്കുകയാണ്. പിന്നെ മീനിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഫോട്ടോ കൊടുത്തിട്ട് ഞങ്ങൾ ധാതു ലവണങ്ങളും വിറ്റാമിനുകളും തരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സംസാരിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കോളം തന്നിട്ടുണ്ട്, അത് പൂരിപ്പിക്കാനാണ്. ഭക്ഷ്യവസ്തു പോഷക ഘടകങ്ങൾ. അരിയിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമ്മൾ പറഞ്ഞു, മുകളിലെ ഫോട്ടോയിൽ പറഞ്ഞതാണ് ധാന്യകം. മത്സ്യത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? പ്രോട്ടീനാണ് മത്സ്യത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങൾ. എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങളാണ് കൊഴുപ്പ്. കൊഴുപ്പ്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ്? വിറ്റാമിനുകളും ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ നിന്നാണ്. ഇനി നമുക്ക് ഈ ഓരോ പോഷക ഘടകങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കാം. ആദ്യത്തെ പോഷക ഘടകമാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. അപ്പോൾ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ മുഖ്യധർമ്മം എന്താണ്? ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ മുഖ്യധർമ്മം. ഇനി കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ധാന്യത്തിൻ്റെ നമ്മൾ പറഞ്ഞു, ധാന്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ എന്ന് പറഞ്ഞു. ഇനി ഈ അന്നജം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതെന്താണ് ആ ടെസ്റ്റ് എന്ന് നോക്കാം. അയഡിൻ ടെസ്റ്റ്. അന്നജം കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ്, അന്നജത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാവുന്നു. അപ്പോൾ അയഡിൻ ടെസ്റ്റിലൂടെ അന്നജത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
അയഡിൻ ലായനി ഒഴിക്കുമ്പോൾ ആ വസ്തു കടും നീല നിറത്തിലാവുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അന്നജം കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റ് എന്താണ്? അയഡിൻ ടെസ്റ്റാണ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാകുന്നു. അപ്പോൾ അയഡിൻ ടെസ്റ്റ് അതേപോലെ അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കടും നീല നിറമാകുന്നു. ഇനി അന്നജം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ചെയ്യാനൊരു പഠന പ്രവർത്തനമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ വസ്തുക്കൾ: ടെസ്റ്റ് ട്യൂബ്, കഞ്ഞിവെള്ളം, നേർപ്പിച്ച അയഡിൻ ലായനി. പ്രവർത്തനം: ടെസ്റ്റ് ട്യൂബിൽ അല്പം കഞ്ഞിവെള്ളം എടുത്ത് അതിൽ 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കൂ. നിറം നിരീക്ഷിക്കൂ. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള മാർഗം മനസ്സിലായല്ലോ. മുട്ട, ഏത്തപ്പഴം, കപ്പ, പാൽ എന്നിവ ഇതേ രീതിയിൽ പരിശോധിക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പഠന പ്രവർത്തനമാണ്. കുട്ടികൾക്ക് ലാബിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠന പ്രവർത്തനങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഓരോന്നും ടെസ്റ്റ് ചെയ്യാൻ. അടുത്ത പോഷക ഘടകമാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അടുത്ത പോഷക ഘടകമാണ്. ഈ പ്രോട്ടീൻ്റെ കാര്യങ്ങൾ വളർച്ചയ്ക്ക് പിന്നിൽ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ എന്തിനാണ് സഹായിക്കുന്നത്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീനാണ്. പ്രോട്ടീൻ അഥവാ മാംസ്യമാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പോഷക ഘടകം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്ന ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിന് പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ ധാന്യത്തിൽ പറഞ്ഞു, ധാന്യത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണെങ്കിൽ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണെങ്കിൽ പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൽ ഇവ മൂന്നിനും പുറമെ നൈട്രജനും സൾഫറും കൂടി അടങ്ങിയിട്ടുണ്ട്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന രീതിയിലാണ് ദിവസവും പ്രോട്ടീൻ ലഭിക്കേണ്ടത്. ഇപ്പോൾ 80 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു ദിവസം 80 ഗ്രാം പ്രോട്ടീൻ ലഭിക്കണം. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന രീതിയിൽ ശരീരത്തിൻ്റെ വെയ്റ്റിനനുസരിച്ച്, ഭാരത്തിനനുസരിച്ചാണ് പ്രോട്ടീൻ ലഭിക്കേണ്ടത് ഓരോ ദിവസവും. ഇനി പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് ക്വാഷിയോർക്കർ. അപ്പോൾ എന്താണ് ക്വാഷിയോർക്കർ എന്ന് ചോദിച്ചാൽ, പ്രോട്ടീനിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീനിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കും. ക്വാഷിയോർക്കറിൻ്റെ ലക്ഷണം എന്താണ്? ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കുന്ന അവസ്ഥയാണ് ക്വാഷിയോർക്കർ. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. ഇതിൻ്റെ ലക്ഷണം ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കും. അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കുട്ടിയുടെ ഫോട്ടോ. കുട്ടിയുടെ ശരീരം കണ്ടില്ലേ, വളരെ ശോഷിച്ചിട്ടാണ്, എന്നാൽ വയറാണെങ്കിൽ വീർത്തിയിരിക്കുന്നു. അപ്പോൾ ക്വാഷിയോർക്കർ എന്ന് ഓർക്കുമ്പോൾ ഈ കുട്ടിയുടെ പിക്ചർ മനസ്സിൽ വന്നാൽ നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കുന്ന അവസ്ഥയാണ് ക്വാഷിയോർക്കർ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇനി വിവിധ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ പ്രോട്ടീൻ്റെ അളവ് നോക്കാം. നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ഭക്ഷ്യവസ്തു 100 ഗ്രാം, പ്രോട്ടീൻ ഗ്രാം. ഓരോ ഭക്ഷ്യവസ്തുവിൻ്റെയും 100 ഗ്രാമിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളതാണ്. 100 ഗ്രാം അരിയിൽ 6.8 ഗ്രാം പ്രോട്ടീന്, ഗോതമ്പിലാവുമ്പോൾ 11.8 ഗ്രാം, കശുവണ്ടി ആവുമ്പോൾ 21.2 ഗ്രാം,
മത്തിയാകുമ്പോൾ 19.6 ഗ്രാം, താറാവാകുമ്പോൾ 21.6 ഗ്രാം, താറാവ് മുട്ടയാകുമ്പോൾ 13.5 ഗ്രാം, കോഴിമുട്ടയാകുമ്പോൾ 13.3 ഗ്രാം, ആട്ടിറച്ചിയാകുമ്പോൾ 21.4 ഗ്രാം, പശുവിൻ പാലാകുമ്പോൾ 3.2 ഗ്രാം, ചെറുപയറാകുമ്പോൾ 24 ഗ്രാം, നിലക്കടലയാകുമ്പോൾ 17 ഗ്രാം എന്നിങ്ങനെയാണ് ഓരോ 100 ഗ്രാം ഭക്ഷണ സാധനത്തിലും അടങ്ങിയ പ്രോട്ടീൻ്റെ അളവ്. പ്രോട്ടീൻ്റെ അളവ് ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണം ഏതാണ്? ചെറുപയറാണ്. ചെറുപയറാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണം. ഓരോ 100 ഗ്രാം ചെറുപയറിലും 24 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഓരോ 100 ഗ്രാം ചെറുപയറിലും 24 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് താറാവ് ഇറച്ചിയാണ്. താറാവ് ഇറച്ചിക്ക് 21.6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ആട്ടിറച്ചിയാണ്, 21.4 ഗ്രാം. അതിനുശേഷം വരുന്നത് കശുവണ്ടിയാണ്, 21.2 ഗ്രാം. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ടത് ഒരേ ഒരു പോയിൻ്റ്, ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത് ഏത് ആഹാരത്തിൽ നിന്നാണ് ചോദിച്ചാൽ ചെറുപയറിൽ നിന്നാണ്. ഓരോ 100 ഗ്രാം ചെറുപയറിൽ നിന്നും 24 ഗ്രാം പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് ഭക്ഷണത്തിൽ ചെറുപയർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂൾ ഭക്ഷണത്തിൽ ചെറുപയർ ഉൾപ്പെടുത്താനുള്ളൊരു കാരണം ഈ പ്രോട്ടീൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷണം ആയതുകൊണ്ടാണ്. ഇനി പ്രോട്ടീൻ കണ്ടെത്താനുള്ള ടെസ്റ്റുകളുണ്ട്. അതിന് വേണ്ട ലായനികൾ ഹൈഡ്രോക്സൈഡ് ലായനി, നേർപ്പിച്ച 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും അതേപോലെ 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനിയുമാണ്. അപ്പോൾ പ്രോട്ടീൻ കണ്ടെത്താൻ ടെസ്റ്റിന് വേണ്ടത് 2 ലായനികളാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും അതേപോലെ കോപ്പർ സൾഫേറ്റ് ലായനിയും. രണ്ടും 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനിയുമാണ് പ്രോട്ടീൻ കണ്ടെത്താൻ വേണ്ട, നമുക്ക് പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റിന് വേണ്ട ലായനികൾ. ഇനി പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ ലായനി എന്ത് നിറമാണ് ആകുന്നത് എന്ന് നോട്ടിയാൽ വയലറ്റ് നിറമാണ്. പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വയലറ്റ് നിറമാണ്. നമ്മൾ നേരത്തെ ധാന്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അയഡിൻ ടെസ്റ്റ് നടത്തുന്ന കാര്യം പറഞ്ഞു, അയഡിൻ ലായനി ഉപയോഗിച്ച്. അപ്പോൾ അയഡിൻ ടെസ്റ്റ് നടത്തുമ്പോൾ കടും നീല നിറമാകണമെങ്കിലാണ് അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡും 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനിയും മിക്സ് ചെയ്തുകൊണ്ട് അതിൽ ഭക്ഷ്യവസ്തു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ അതിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതെന്ത് നിറമാകും? വയലറ്റ് നിറമാകും. അടുത്തതാണ് കൊഴുപ്പ്. അടുത്ത പോഷക ഘടകമാണ് കൊഴുപ്പ്. കൊഴുപ്പില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊഴുപ്പിനെ കുറിച്ചുണ്ട് കോളത്തിൽ നോക്കാം. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അധിക ആവശ്യങ്ങളിൽ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള ഒരു പോഷക ഘടകമാണ് കൊഴുപ്പ്. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, അതുപോലെ വിവിധതരം പരിപ്പുകൾ. വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. അപ്പോൾ നെയ്യ്, എണ്ണ എന്നിവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകൾക്ക് ഉദാഹരണമാണ് നെയ്യ്, എണ്ണ എന്നിവ. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അതേപോലെ തന്നെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ഘടകമാണ് കൊഴുപ്പും. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ വിറ്റാമിനുകളുണ്ട് ജലത്തിൽ ലയിക്കുന്നതും കൊഴുപ്പിൽ ലയിക്കുന്നതും. അത് നമുക്കിനി പാഠത്തിൽ തന്നെ നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്, അതപ്പോൾ പറയാം. അപ്പോൾ വിറ്റാമിനുകൾ ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ നമുക്ക് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ കൊഴുപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി കൊഴുപ്പുണ്ടെങ്കിൽ എന്നുള്ള പറഞ്ഞു. കൊഴുപ്പ് അറിയാനുള്ള ടെസ്റ്റാണ്. ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരക്കുക.
ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കൊഴുപ്പിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് എങ്ങനെയാണ്? ഒരു പേപ്പറിൽ ഉരക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതാണ് കൊഴുപ്പ് അറിയാനുള്ള ടെസ്റ്റ്. ഇനി കൊഴുപ്പും കൊളസ്ട്രോളും എന്നുള്ള ഒരു ടോപ്പിക്കാണ്, അത് നോക്കാം. കൊഴുപ്പ് അധികമായാലും പ്രശ്നമാണ്. അപ്പോൾ വളരെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ കുറച്ച് ആവശ്യമുള്ളൊരു സാധനമാണ് കൊഴുപ്പ്. അത് കൂടിയാലും പ്രശ്നമാണ്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട്. അപ്പോൾ ഭക്ഷണത്തിലും നമുക്ക് കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ ശരീരം സ്വയം നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ലാത്തതിൻ്റെ കാരണം ഇതാണ്. കൂടുതൽ കൊഴുപ്പ് അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് നമ്മുടെ രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ വേസ്റ്റ് പോകുന്ന പൈപ്പുകളിലൊക്കെ നമ്മളിങ്ങനെ ഉച്ച് പിടിക്കുമല്ലോ, അതുപോലെ നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ കൊളസ്ട്രോൾ അധികമായാൽ അതിങ്ങനെ പറ്റി പിടിക്കും. അപ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തും. ഈ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതാണ് നമുക്ക് ഹൃദ്രോഗമായിട്ട്, അതേപോലെ സൈലൻ്റ് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയുള്ള അറ്റാക്കുകളൊക്കെ ആയിട്ട് വരുന്നതിന് ഒരു കാരണം ഈ കൊഴുപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ കൊഴുപ്പ് ഈ രക്തത്തിൻ്റെ രക്തക്കുഴലുകളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി രക്തം ഒഴുകുന്നത് തടസ്സപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ രക്തമോട്ടം നിൽക്കുന്നതാണ് നമ്മുടെ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൊഴുപ്പ് അധികം നല്ലതല്ല. അധികമായാൽ കൊഴുപ്പ് പ്രശ്നമാണ് ശരീരത്തിന്. അതുകൊണ്ട് കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. ഇനി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിൻ്റെയും അതേപോലെ കൊളസ്ട്രോളിൻ്റെയും അളവ് നോർമൽ എത്രയാണ് എന്നുള്ളത് നോട്ട് ചെയ്യണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷുഗറിൻ്റെ അളവ്, BP യുടെ അളവായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും SCRT ചാപ്റ്ററിൽ തന്നതുകൊണ്ട് സാധ്യത വരുന്ന ഒരു ഭാഗമാണ്. ഏതൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്? 70 മുതൽ 110 mg. 70 to 110 mg ആണ് ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ. കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്? 200 mg. 200 വരെയാണ് കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ. അപ്പോൾ ഷുഗറിൻ്റെ നോർമൽ വാല്യൂ 70 to 110 mg per dl. കൊളസ്ട്രോൾ ആണെങ്കിൽ 200 വരെ mg per dl. ഇനി അടുത്ത ഇതാണ് വിറ്റാമിൻസ്. ഇപ്പോൾ നമ്മൾ ധാന്യകം പറഞ്ഞു, അതുപോലെ പ്രോട്ടീൻ അഥവാ മാംസ്യം പറഞ്ഞു, കൊഴുപ്പ് പറഞ്ഞു. അടുത്ത പോഷകഘടകമാണ് ജീവകങ്ങൾ അഥവാ വിറ്റാമിൻസ്. അതിനു മുമ്പ് ഇവിടെ ഒരു പഠന റിപ്പോർട്ടിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിറ്റാമിൻസിനെ കുറിച്ച് പറയാനുള്ള ഒരു ഇതാണ്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം കഴിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ ശുപാർശ ചെയ്തിരിക്കുന്നത് എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കാനാണ്? 295 ഗ്രാം പച്ചക്കറികൾ ഒരു ദിവസം ഇന്ത്യയിലെ ആൾ കഴിക്കണം എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ശരാശരി 135 ഗ്രാം പച്ചക്കറികളെ ആളുകൾ കഴിക്കുന്നുള്ളൂ ദിവസവും. കേരളത്തിലാണെങ്കിൽ ഒന്നുകൂടി കുറയും. വെറും 50 ഗ്രാം പച്ചക്കറികൾ മാത്രമേ കേരളത്തിലെ ആളുകൾ കഴിക്കുന്നുള്ളൂ. അടുത്ത പോഷകഘടകം നമ്മൾ പറഞ്ഞ വിറ്റാമിൻസ് അഥവാ ജീവകങ്ങൾ. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും.
അപ്പോൾ വിറ്റാമിനുകളും ധാതുലവണങ്ങളും എന്താണ്? ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ വിറ്റാമിനും ധാതു ലവണങ്ങളും കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പക്ഷേ അവ പ്രധാനപ്പെട്ടതാണ്. അവയാണ് നമ്മുടെ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനവും സഹായിക്കുന്നത്. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുലവണങ്ങളും. കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ഇവ ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കലവറകളാണ്. ഇനി നമുക്ക് പ്രധാനമായും ഏതൊക്കെ വിറ്റാമിനുകളാണ് ഉള്ളത് എന്നും അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഏതിൽ നിന്നാണ് അവ ലഭിക്കുന്നതും എന്നുമുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ വിറ്റാമിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, 2 തരം വിറ്റാമിനുകൾ. മൊത്തത്തിൽ ഉള്ള വിറ്റാമിനുകളിൽ 2 ടൈപ്പാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ, അതേപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഇങ്ങനെ 2 വിധത്തിൽ നമുക്ക് വിറ്റാമിനുകളെ തരംതിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഒന്നുകൂടെ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വിറ്റാമിൻ എ, ഡി, ഇ, കെ. അഡക്, അങ്ങനെ പഠിക്കാം. അഡക്. അപ്പോൾ അടക്ക എന്ന് പഠിച്ചാൽ മതി. അഡക്. അപ്പോൾ കൊഴുപ്പിൽ ലഭിക്കുന്ന വിറ്റാമിനുകൾ അടക്ക, അഡക് അങ്ങനെ പഠിക്കാം. ഇല്ലെങ്കിൽ നമ്മളെ കൊഴുപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. അത് ഓവറായാലും ശരീരത്തിന് കേടാണ് എന്ന് പഠിച്ചു. അപ്പോൾ കൊഴുപ്പ് ശരീരത്തിന് കേടാണ് എന്ന് പഠിച്ചാൽ KEDA, കേടാ. KEDA, കേടാ. കൊഴുപ്പ് ശരീരത്തിന് കേടാ. KEDA അങ്ങനെയും പഠിക്കാം. ഒന്നല്ലെങ്കിൽ അടക്ക എന്ന് പഠിക്കാം, അല്ലെങ്കിൽ കൊഴുപ്പ് ശരീരത്തിന് കേടാ, KEDA അങ്ങനെയും പഠിക്കാം. ഒരെണ്ണം പഠിച്ചാൽ മതി, കൊഴുപ്പിൽ ലയിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇത് അല്ലാത്ത ബാക്കിയൊക്കെ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എന്ന് നമുക്കറിയാം. പിന്നെ ആകെയുള്ള 2 ടൈപ്പ് വിറ്റാമിനാണ് വിറ്റാമിൻ ബിയും സിയും. അത് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഇനി നമുക്ക് വിറ്റാമിൻ എയെ കുറിച്ച് പഠിക്കാം. വിറ്റാമിൻ എ നമുക്ക് ആദ്യം വിറ്റാമിൻ എയുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് വിറ്റാമിൻ എ ആണ്. അപ്പോൾ വിറ്റാമിൻ എയുടെ ഉപയോഗം എന്താണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. അപ്പോൾ എല്ലാ ഇലവർഗ്ഗങ്ങളിൽ നിന്നും, അതേപോലെ ക്യാരറ്റ്, കരൾ എന്നിവയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ ഉപയോഗം അല്ലെങ്കിൽ വിറ്റാമിൻ എ കൊണ്ടുള്ള എന്താണ്? വിറ്റാമിൻ എ എന്തിനാണ് സഹായിക്കുന്നത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ് വിറ്റാമിൻ എ സഹായിക്കുന്നത്. അടുത്തത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം, അതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു, പാലുൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. പാലുൽപ്പന്നങ്ങളിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കുന്നു. പാലുൽപ്പന്നങ്ങളിൽ നിന്ന് വിറ്റാമിൻ ഡി ലഭിക്കുന്നു. വിറ്റാമിൻ ഡി എന്തിനാണ് സഹായിക്കുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും വിറ്റാമിൻ ഡി സഹായിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് ഏൽക്കുമ്പോൾ നേരിട്ട് ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിനാണ് പാലുൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് എന്ന്. റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
അതുപോലെ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിൻ ഏതാണ് എന്നുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അടുത്ത വിറ്റാമിനാണ്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ തന്നെയാണ്. അടുത്തതാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ എന്തിനാണ് സഹായിക്കുന്നത്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ആണ് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത്. വിറ്റാമിൻ ഇ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നാണ് വിറ്റാമിൻ ഇ നമുക്ക് ലഭിക്കുന്നത്. സസ്യ എണ്ണകളിൽ നിന്നാണ് വിറ്റാമിൻ ഇ നമുക്ക് ലഭിക്കുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. എവിടെ നിന്നാണ് വിറ്റാമിൻ ഇ ലഭിക്കുന്നത്? സസ്യ എണ്ണകളിൽ നിന്ന്. വിറ്റാമിൻ കെ എന്ന് പറയുമ്പോൾ ഈ കെ കൊണ്ടുള്ളൊരു കളിയാണ് ഇതിൽ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ക്യാബേജ് കെ ഉണ്ടല്ലോ, കോളിഫ്ലവർ കെ ഉണ്ടല്ലോ, ചീര എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കാൻ, അവിടെയും ഒരു കെ ഉണ്ട്. കട്ട പിടിക്കാൻ അങ്ങനെ നോട്ട് ചെയ്താൽ. അപ്പോൾ വിറ്റാമിൻ കെ വളരെ സിമ്പിളാണ് നമുക്ക് പഠിക്കാൻ. രക്തം കട്ട പിടിക്കാൻ, അതിലൊരു കെ എന്നില്ലേ? കട്ട പിടിക്കാൻ എന്നുള്ളത് മംഗ്ലീഷിൽ എഴുതുമ്പോൾ അവിടെ ഒരു കെ ഇല്ലേ? കെ കിട്ടുമല്ലോ. അപ്പോൾ വിറ്റാമിൻ കെ. ഇനി ഇതിൽ ലഭിക്കുന്നതോ? ക്യാബേജിൽ കെ ഇല്ലേ? കോളിഫ്ലവറിൽ കെ ഇല്ലേ? പിന്നെ ചീരയാണ്. അപ്പോൾ വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ. ഏതിൽ നിന്നാണ് ലഭിക്കുന്നത്? ക്യാബേജ്, കോളിഫ്ലവർ, ചീര. ഇനി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. വിറ്റാമിൻ ബി എന്തൊക്കെയാണ്? വിറ്റാമിൻ ബി എന്തിനൊക്കെ സഹായിക്കുന്നു? ധാന്യങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതായിരുന്നു ചോദിച്ചു. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വിറ്റാമിൻ ബി ആണ്. അപ്പോൾ ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ആ ത്വക്കിൻ്റെ ആരോഗ്യം. അപ്പോൾ ധാന്യങ്ങൾ, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന് എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തലും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണവും ത്വക്കിൻ്റെ ആരോഗ്യം. ഈ ചുവന്ന രക്താണുക്കൾ എന്ന് പറഞ്ഞാൽ RBC എന്നും പറയും. റെഡ് ബ്ലഡ് സെൽസ്, RBC. അപ്പോൾ ഇനി RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ബി ആണ്. ഇനി നമ്മൾ ചോദ്യം തിരിച്ചു വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. RBC എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുവാണ്. റെഡ് ബ്ലഡ് സെൽസ്, RBC. അത് അരുണ രക്താണു, ശ്വേതരക്താണു എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ RBC എന്നൊക്കെ പറഞ്ഞാൽ അതിന് സഹായിക്കുന്നത്, അവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില. ധാന്യങ്ങളുടെ തവിടിൽ നിന്ന് ലഭിക്കും, കോഴിമുട്ടയിൽ നിന്ന് ലഭിക്കും, പാലിൽ നിന്ന് ലഭിക്കും, ചേമ്പിലയിൽ നിന്ന് ലഭിക്കും. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്നത് വിറ്റാമിൻ ബി ആണ്. ഇനി നമ്മൾ വിറ്റാമിൻ എ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വിറ്റാമിൻ എയും കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ എ ആവശ്യമുണ്ട്. വിറ്റാമിൻ ബിയും ത്വക്കിൻ്റെ ആരോഗ്യത്തിനുണ്ട്. അപ്പോൾ കണ്ണ്, മുടി എന്നൊക്കെ പറഞ്ഞാൽ വിറ്റാമിൻ എ കൊടുക്കുക. ത്വക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് എടുക്കുക. വിറ്റാമിൻ എ എന്നുണ്ടെങ്കിൽ എ മാത്രമാണെങ്കിൽ അത് കൊടുക്കുക. ഇനി വിറ്റാമിൻ എയും ബിയും എന്തായാലും ഒരുമിച്ച് വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഒന്നല്ലെങ്കിൽ വിറ്റാമിൻ എ എന്ന് മാത്രം തരും. അപ്പോൾ നമുക്ക് വിറ്റാമിൻ എ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ വിറ്റാമിൻ ബി എന്ന് മാത്രം തരും. അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ ബി നമുക്ക് തിരഞ്ഞെടുക്കാം. രണ്ടും കൂടെ എയും ബിയും ഓപ്ഷനിൽ എന്തായാലും വരില്ല. അപ്പോൾ നിങ്ങൾ യുക്തിക്കനുസരിച്ച് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അടുത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക്
പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ലഭിക്കുന്നത് പഴങ്ങൾ, പച്ചക്കറികൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വിറ്റാമിനുകൾ പ്രധാനമായി പഠിക്കുക. ഇനി വിറ്റാമിൻ ബിയിൽ തന്നെ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് വിറ്റാമിൻ B1, B2, B3, B5, B6, B9, B12 എന്ന് പറഞ്ഞുകൊണ്ട് ബി കോംപ്ലക്സിൽ വേറെയും വിറ്റാമിനുകൾ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ ഒരു വിറ്റാമിനാണ്. ബി കോംപ്ലക്സ് ഞാൻ മുൻപ് ഇതിൻ്റെ ഷോർട്ട് വിറ്റാമിനുകളും കോഡായിട്ട് പഠിക്കേണ്ട ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ എല്ലാ വിറ്റാമിനുകളും അവരുടെ രാസനാമങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാം. ഇനി വിറ്റാമിൻ എയുടെ കുറവ് കാരണം എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും? ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഇത് നമ്മളിപ്പോൾ പൂരിപ്പിക്കുന്നില്ല. കാരണം ഈ പാഠത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിൽ വിറ്റാമിനുകളും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും പറയുന്നുണ്ട്. ആ ഒരു ഭാഗത്തിൽ നമുക്ക് അത് പഠിക്കാം. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയാത്തത്. ഓക്കെ. ഇനി വിറ്റാമിൻ സിയെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തേക്ക് പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. നമ്മൾ പറഞ്ഞു വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അപ്പോൾ നമ്മൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. അങ്ങനെ നീരാവിയിൽ ലയിച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം നീരാവി പറഞ്ഞാൽ ജലമാണല്ലോ. അപ്പോൾ ഇത് നീരാവിയോടൊപ്പം എളുപ്പത്തിൽ പുറത്തേക്ക് പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നീരാവിയോടൊപ്പം പുറത്തു പോകുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ്. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും തുറന്ന് വെച്ച് വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ്. പഴങ്ങളും പച്ചക്കറികളും വെള്ളത്തിലിട്ട് കൂടുതൽ നേരം കഴുകിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാലും വിറ്റാമിൻ സി ആണ്. ഇത്രയും കാര്യങ്ങൾ അനുബന്ധമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനായിരുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് രീതിയിലും പ്രതീക്ഷിക്കാം. അപ്പോൾ വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ ജലത്തിൻ്റെ ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനം ഉണ്ടോ അതുമായൊക്കെ ബന്ധപ്പെട്ടാൽ വിറ്റാമിൻ സി നമുക്ക് നഷ്ടപ്പെടും. അടുത്തതാണ് ധാതു ലവണങ്ങൾ അഥവാ മിനറൽസ്. ധാതു ലവണങ്ങൾ അഥവാ മിനറൽസ്. ധാതു ലവണങ്ങൾ അഥവാ മിനറൽസ്. ഇവിടെ ആദ്യം തന്നെ ഒരു കുട്ടിയെ ഡോക്ടറിനെ കാണിക്കുന്നൊരു ചിത്രമുണ്ട്. എന്നിട്ട് മോൾക്ക് ചെറിയ വിളർച്ചയുണ്ട്, ഇലക്കറികൾ നന്നായി കൊടുക്കണം. മോൾക്ക് എന്നിങ്ങനെ ഡോക്ടർ പറയുന്ന ഒരു വാക്കാണ്. ഇലക്കറികൾ കഴിച്ചാൽ വിളർച്ച മാറുന്നത് എങ്ങനെയാണ്? താഴെ കൊടുത്ത വിവരങ്ങൾ പരിശോധിക്കൂ എന്ന്. ഇനി നമുക്ക് ധാതു ലവണങ്ങളും അവ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവ ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതും വിശദമായിട്ട് നോക്കാം. പ്രധാനമായിട്ടും ഉള്ള ധാതു ലവണങ്ങളാണ് ഇരുമ്പ്, കാൽസ്യം, അതേപോലെ ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ. ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, സോഡിയം, അയഡിൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ധാതു ലവണങ്ങൾ. ഇനി ഫസ്റ്റത്തെ ധാതു ലവണമായ ഇരുമ്പ്. ആദ്യത്തെ ധാതു ലവണമാണ് ഇരുമ്പ്. ഇരുമ്പ് എന്താണ് ചെയ്യുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇരുമ്പ് എന്ന ധാതു ലവണം എന്തിനാണ് സഹായിക്കുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് ഇരുമ്പ്. അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ഇരുമ്പ്. ഇരുമ്പ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ. ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിൽ നിന്നാണ് നമുക്ക് ഇരുമ്പ് ലഭിക്കുന്നത്.
രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തെ സഹായിക്കുന്നു ഇരുമ്പ്. അടുത്ത ധാതു ലവണങ്ങൾ രണ്ടെണ്ണമാണ് കാൽസ്യവും ഫോസ്ഫറസും. കാൽസ്യവും ഫോസ്ഫറസും ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നത്, കാൽസ്യവും ഫോസ്ഫറസും. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്നു. അപ്പോൾ കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതു ലവണങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. എവിടെ നിന്നാണ് നമുക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ലഭിക്കുന്നത്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നാണ് നമുക്ക് കാൽസ്യവും ഫോസ്ഫറസും ലഭിക്കുന്നത്. കാൽസ്യവും ഫോസ്ഫറസും എന്തിനാണ് സഹായിക്കുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. അടുത്ത ധാതു ലവണമാണ് സോഡിയം. സോഡിയം എന്തിനാണ് സഹായിക്കുന്നത്? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ലവണം സോഡിയമാണ്. സോഡിയം എവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു? കറിയുപ്പിൽ നിന്നാണ് സോഡിയം ലഭിക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്ന കറിയുപ്പിൽ നിന്നാണ് നമുക്ക് സോഡിയം ലഭിക്കുന്നത്. സോഡിയം എന്താണ് ചെയ്യുന്നത്? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. അടുത്ത ധാതു ലവണമാണ് അയഡിൻ. അയഡിൻ നമുക്ക് എന്തിനാണ് അയഡിൻ സഹായിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും. സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? അയഡിനാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന ധാതു ലവണം. അയഡിൻ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. കടൽ വിഭവങ്ങളിൽ നിന്ന് നമുക്ക് അയഡിൻ ലഭിക്കുന്നു. അതേപോലെ കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്ന് നമുക്ക് അയഡിൻ ലഭിക്കുന്നു. അതുപോലെ അയഡിൻ ചേർത്ത ഉപ്പുകളുണ്ട്. അയഡിൻ ചേർത്ത ഉപ്പിൽ നിന്ന് നമുക്ക് അയഡിൻ ലഭിക്കുന്നു. അയഡിൻ നമ്മൾ എന്തിനൊക്കെ സഹായിക്കുന്നു? തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന ധാതു ലവണമാണ് അയഡിൻ. അപ്പോൾ പ്രധാനപ്പെട്ട ധാതു ലവണങ്ങൾ 5 ധാതു ലവണങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ. ഇനി ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം. ഇരുമ്പ് എന്തിനു സഹായിക്കുന്നു? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം. ഇലക്കറികൾ മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണം, പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനം. എവിടെ നിന്ന് ലഭിക്കുന്നു? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. സോഡിയം എവിടെ നിന്ന് ലഭിക്കുന്നു? കറിയുപ്പിൽ നിന്നാണ് സോഡിയം ലഭിക്കുന്നത്. സോഡിയം എന്തിനു സഹായിക്കുന്നു? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്നു. കറിയുപ്പിൽ നിന്ന് ലഭിക്കുന്നു സോഡിയം. ഇനി അയഡിനോ? അയഡിൻ കടൽ വിഭവങ്ങളിൽ നിന്നും കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്നും അയഡിൻ ചേർത്ത ഉപ്പിൽ നിന്നും അയഡിൻ ലഭിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് മാനസിക വളർച്ചയ്ക്കും നമ്മളെ സഹായിക്കുന്ന ധാതു ലവണമാണ് അയഡിൻ. അപ്പോൾ ഇത്രയാണ് ധാതു ലവണങ്ങളും. അവ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു, അതുപോലെ അവയെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ. പോഷക അപര്യാപ്തത രോഗങ്ങൾ, ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഡിസീസസ്. പോഷക അപര്യാപ്തത രോഗങ്ങൾ അഥവാ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഡിസീസസ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ.
എന്താണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ? പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീരം വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. ആ പേരിൽ പറഞ്ഞാൽ അതന്നെ, പോഷകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. അത് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവാം? ഒന്നല്ലെങ്കിൽ ശരീര വളർച്ച മുരടിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് രോഗങ്ങൾ വരാം. ഇതാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. ഇനി പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളും അവ കൊണ്ട് അവ ഇല്ലാതെ അല്ലെങ്കിൽ അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളും ആ രോഗങ്ങളുടെ ലക്ഷണങ്ങളും എന്തൊക്കെയെന്നുള്ളത് ഇവിടെ ടേബിളാക്കി തന്നിട്ടുണ്ട്. SCERT ടേബിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തവണ മുൻപ് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ഒരു ടേബിൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ അപര്യാപ്തത രോഗങ്ങൾ നിങ്ങൾക്കതിൽ കാണാം. അതിൽ കൂടുതൽ റിപ്പീറ്റഡ് അടിച്ച ഫസ്റ്റത്തെ തന്നെയാണ് വിറ്റാമിൻ എ നിശാന്തത എന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പോഷക ഘടകം ആദ്യം തന്നെ വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതാണ്? നിശാന്തത. ഈ നിശാന്തത കൂടാതെ സിറോഫ്താൽമിയ എന്നൊരു രോഗം കൂടി വിറ്റാമിൻ എയുടെ അഭാവം മൂലം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിശാന്തതയും സിറോഫ്താൽമിയയുമാണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ അപര്യാപ്തത ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. അതിൻ്റെ ലക്ഷണം എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. അപ്പോൾ നമുക്കിങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥ ഏതാണ്? നിശാന്തത. നിശാന്തതയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തമാണ്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. ഇങ്ങനെ ഏത് തിരിച്ചു മറിച്ച് ചോദിച്ചാലും ഒരൊറ്റ ആൻസറുള്ളൂ, വിറ്റാമിൻ എ, നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. നിശ അന്ധത. നിശ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം രാത്രി, ഇരുട്ട്, അന്ധത, രാത്രിയുള്ള അന്ധത. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥ, നിശാന്തത, വിറ്റാമിൻ എ. അടുത്തതാണ് വിറ്റാമിൻ ബി. വിറ്റാമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വായ്പുണ്ണാണ്. വായിൽ വ്രണങ്ങൾ. ലക്ഷണം വായിൽ വ്രണങ്ങൾ. അപ്പോൾ വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗം വായ്പുണ്ണ്. ലക്ഷണം എന്താണ്? വായിൽ വ്രണങ്ങൾ, അതായത് വായിൽ മുറികൾ, നമ്മളെ മുറികൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതേപോലെ വായിൽ വ്രണങ്ങൾ അഥവാ മുറികൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വായ്പുണ്ണ്. നമുക്കെല്ലാവർക്കും അറിയാം, അത് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. എന്താണ് സ്കർവി? മോണയിൽ പഴുപ്പും രക്തസ്രാവവും. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഏതാണ് രോഗം? സ്കർവിയാണ്. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. മോണയിൽ പഴുപ്പും രക്തസ്രാവവുമാണ് സ്കർവിയുടെ ലക്ഷണം. എന്താണ് സ്കർവി? മോണയിലെ പഴുപ്പും അമിതമായ രക്തസ്രാവവുമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. വിറ്റാമിൻ ഡി, കണ. വിറ്റാമിൻ ഡി, കണ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ എന്ന രോഗം. ഇത് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്നതാണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് കണ എന്ന രോഗം. അത് വിറ്റാമിൻ ഡി, കണ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥ. ഇനി ധാതുലവണമായ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയാണ്. ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അതിൻ്റെ ലക്ഷണം എന്താണ്? രക്തക്കുറവ്, വിളർച്ച. ധാതുലവണമായ ഇരുമ്പിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ലക്ഷണം രക്തക്കുറവും വിളർച്ചയുമാണ്.
അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്ററാണ്. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഗോയിറ്റർ അഥവാ തൊണ്ടയിൽ മുഴ. തൊണ്ടയിൽ വരുന്ന മുഴയാണ് ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുള്ള് എന്നൊക്കെ പറയും. അത് ഏതിൻ്റെ കുറവ് മൂലമാണ്? അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ അഥവാ തൊണ്ടയിൽ മുഴ, തൊണ്ടമുള്ള് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അയഡിൻ, ധാതുലവണമായ അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ ഉണ്ടാകുന്നു. ഗോയിറ്ററിൻ്റെ ലക്ഷണം തൊണ്ടയിൽ മുഴ. ഇരുമ്പിൻ്റെ കുറവ് മൂലം അനീമിയ ഉണ്ടാകുന്നു. രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് അതിൻ്റെ ലക്ഷണം. അപ്പോൾ പ്രധാനപ്പെട്ടൊരു കോളമാണ്, പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യന് വന്നിട്ടുള്ള ഭാഗമാണ്. പോഷകേതര ഘടകങ്ങൾ. പോഷക ഘടകങ്ങൾക്ക് പുറമെ ജലം, നാരുകൾ തുടങ്ങിയ പോഷകേതര ഘടകങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ പോഷകേതര ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലവും നാരുമാണ്. ജലവും നാരിനെയുമാണ് പോഷകേതര ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പോഷക ഘടകങ്ങൾ കൂടാതെ പോഷകേതര ഘടകങ്ങളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ പോഷകേതര ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് ജലവും നാരുകളും. ഇനി ജലം. നമ്മുടെ ശരീരത്തിൽ 2/3 ഭാഗവും ജലമാണ്. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ എത്രയാണ് ജലത്തിൻ്റെ അളവ് എന്ന് ചോദിച്ചാൽ 2/3 ഭാഗം. മനുഷ്യ ശരീരത്തിൻ്റെ 2/3 ഭാഗവും ജലമാണ്. ഇനി തലച്ചോറിൻ്റെ എത്ര ശതമാനമാണ് ജലം? 85%. രക്തത്തിൻ്റെ എത്ര ശതമാനമാണ്? 90%. എല്ലുകളുടെ എത്ര ശതമാനമാണ്? 25%. ശരീരത്തിൻ്റെ 2/3 ഭാഗം ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ 2/3 ഭാഗം ജലമാണ്. നോട്ട് ചെയ്തോ. തലച്ചോറിൻ്റെ എത്ര ഭാഗം? 85%. തലച്ചോറിൻ്റെ എത്ര ശതമാനമാണ് ജലം? 85%. രക്തത്തിൻ്റെയോ? 90%. രക്തത്തിൻ്റെ എത്രയാണ്? 90%. എല്ലുകളുടെ എത്രയാണ്? 25%. എല്ലുകളുടെ എത്രയാണ്? ഒന്നുകൂടി 25%. എല്ലുകളുടെ 25%. എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ദിവസം എത്ര ലിറ്റർ ജലമാണ് മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെ നഷ്ടപ്പെടുന്നത്? 2.5 അഥവാ 2.5 ലിറ്റർ ജലമാണ് ദിവസവും മനുഷ്യ ശരീരത്തിൽ നിന്ന് മൂത്രം, അതുപോലെ നമ്മുടെ വിയർപ്പ് എന്നീ രൂപത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ട് പോകുന്നത്. അതിനാൽ ധാരാളം ശുദ്ധജലം നമ്മൾ കുടിക്കണം. അപ്പോൾ ജലം നോട്ട് ചെയ്ത പോയിൻ്റുകൾ ഏതൊക്കെയാണ്? മനുഷ്യ ശരീരത്തിൻ്റെ 2/3 ഭാഗം ജലം, തലച്ചോറിൻ്റെ 85% ജലം, രക്തത്തിൻ്റെ 25% ജലം, രക്തത്തിൻ്റെ 90% ജലം, എല്ലുകളുടെ 25% ജലം, 2.5 ലിറ്റർ ജലം ദിവസവും മൂത്രത്തിൻ്റെയും വിയർപ്പിൻ്റെയും രൂപത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അടുത്തതാണ് നാരുകൾ അഥവാ ഫൈബേഴ്സ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റാണ് നാരുകൾ. അപ്പോൾ നാരുകൾ എന്താണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു ധാന്യകം, അതാണ് നാരുകൾ. ധാന്യകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാരുകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ട്. നാരുകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ട്. സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പോഷകേതര ഘടകം ഏതാണ്? നാരുകളാണ്. സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. അപ്പോൾ നാര് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ശരീരത്തിന് പോഷക ഘടകമൊന്നും നാരിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നു. ശരീരം മൊത്തത്തിൽ ശുദ്ധമാക്കാൻ, ക്ലീനാക്കാൻ, വിസർജ്യ വസ്തുക്കളെ പൂർണ്ണമായും പുറന്തള്ളാനും സഹായിക്കുന്നതാണ് നാരുകൾ. അവ പോഷക ഘടകങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നു. അടുത്ത പോയിൻ്റ്, നാരുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു? നാരുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു? തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴയുടെ കൂമ്പ്. വാഴക്കൂമ്പ്, വാഴയുടെ തണ്ട്, തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ എന്നിവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് നാരുകൾ. എന്നിവയിൽ നിന്നാണ് നമുക്ക് നാരുകൾ ലഭിക്കുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നു, എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതാണ് നാരുകൾ. സെല്ലുലോസ് രൂപത്തിൽ കാണപ്പെടുന്നതാണ് നാരുകൾ. പിന്നെ നാര് എന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളെ സഞ്ചാരം സുഗമമാക്കാൻ സഹായിക്കുന്നത് നാരുകളാണ്. അപ്പോൾ പോഷകേതര ഘടകങ്ങളിലെ പ്രധാനപ്പെട്ടതാണ് ജലവും നാരും. ജലവും നാരും പ്രധാനപ്പെട്ട രണ്ട് പോഷകേതര ഘടകമാണ്. ഇനി ഇവിടെ നിന്നും കുട്ടികളിങ്ങനെ ഓരോ പറയുന്നത് അവിടെ നോട്ട് ചെയ്യാമല്ല. ഇനിയിപ്പോൾ സമീകൃതാഹാരം എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃതാഹാരം എന്താണ്? ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓരോ രണ്ട് ടേബിളുകളുണ്ട്. കിഴങ്ങുകളും ഇലക്കറികളും അവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിന്, ധാതുലവണങ്ങളുടെ അളവുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടേബിൾ ഇതുപോലെ നിങ്ങളെ നോട്ടിലേക്കൊന്ന് പകർത്തി എഴുതി വെക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കിഴങ്ങുകളും ഇലക്കറികളും അതേപോലെ പഴങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് അതായത് വിറ്റാമിനുകളും മില്ലിഗ്രാമിലും അതേപോലെ ധാതുലവണങ്ങൾ മില്ലിഗ്രാമിലും എന്ന് പറഞ്ഞിട്ടുള്ള കോളാണ്. അപ്പോൾ വീഡിയോ പൗസ് ചെയ്തിട്ട് ഈ കോളം ആദ്യം നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അതിനുശേഷം അടുത്ത കോളം പഴങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ധാന്യം, പ്രോട്ടീൻ, കൊഴുപ്പ്, കാൽസ്യം, ഇരുമ്പ് എന്നിവ പഴങ്ങളിൽ നിന്ന് ഏതൊക്കെ പഴങ്ങളിൽ നിന്ന് എത്ര ലഭിക്കുന്നു എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ജസ്റ്റ് പൗസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. പിന്നെ താഴെയുള്ളത് പാചകക്കുറിപ്പാണ്. അത് അവിയൽ ഉണ്ടാക്കുന്നതാണ്. അതൊന്നും പ്രധാനപ്പെട്ടതല്ല. അവിയൽ ഉണ്ടാക്കാൻ എന്തായാലും PSC നിങ്ങളോട് ചോദിക്കില്ല. ഇത് നിങ്ങൾ വീട്ടിൽ അവിയൽ ഉണ്ടാക്കണമെങ്കിൽ നോക്കാം, അങ്ങനെ നിങ്ങൾക്ക് അവിയൽ ഉണ്ടാക്കാം. ഇനി ഇവിടെ പഠന പ്രവർത്തനങ്ങളും ഉള്ളൂ. പഠന പ്രവർത്തനങ്ങൾ ഇതിൽ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ആകെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ ചാപ്റ്ററിലുള്ള ഒരേ ഒരു ചാപ്റ്ററേ നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളൂ, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ഈ ഒരു മൊഡ്യൂളിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അടുത്ത മൊഡ്യൂളിൽ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.